بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പഠിതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ അധ്യായ നാമങ്ങളും ആ നാമങ്ങളിൽ അവ അറിയപ്പെടാനുള്ള കാരണങ്ങളും എന്ന പഠന പരമ്പരയിലെ 26-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 26-ാം അധ്യായമാണ് സൂറത്തുൽ ശുഅറ. കവികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത് മക്കയിലാണ്. 227 ആയത്തുകൾ അടങ്ങിയ ഒരു അധ്യായമാണ് സൂറത്തുൽ ശുഅറ. ഇതിലെ അവസാനത്തെ 4 വചനങ്ങൾ മദീനയിലാണ് അവതരിച്ചിട്ടുള്ളത്. കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ചിട്ടുള്ള സൂറത്തുകളിൽ ഒന്നുകൂടിയാണ് സൂറത്തുൽ ശുഅറ. സൂറത്തുൽ ബഖറ ആരംഭിക്കുമ്പോൾ അലിഫ് ലാം മീം, അതുപോലെ സൂറത്ത് യൂസുഫ് അലിഫ് ലാം റാ, യാസീൻ, ഇങ്ങനെയുള്ള കേവലാക്ഷരങ്ങൾ പോലെ ത്വാസീം മീം എന്നാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. ഈ സൂറത്തിൻ്റെ 224-ാമത്തെ ആയത്ത് മുതൽ 227-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗത്താണ് കവികളെ സംബന്ധിച്ചുള്ള പരാമർശം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ ശുഅറ എന്ന് പേര് ലഭിക്കപ്പെട്ടത്. ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കവികളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ وأنهم يقولون ما لا يفعلون إلا الذين آمنوا وعملوا الصالحات وذكروا الله كثيرا وانتصروا من بعد ما ظلموا وسيعلم الذين ظلموا أي منقلب ينقلبون. അതിൻ്റെ അർത്ഥം കൂടി നമുക്ക് നോക്കാം. കവികളാകട്ടെ ദുർമാർഗികളാകുന്നു അവരെ പിൻപറ്റുന്നത്, അഥവാ കവികളെ പിൻപറ്റുന്നത് ദുർമാർഗികളാകുന്നു. അവർ എല്ലാ താഴ്വരകളിലും അലഞ്ഞു നടക്കുന്നവരാണെന്നും തങ്ങൾ പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ് അവരെന്നും നീ കണ്ടില്ലേ? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവെ ധാരാളമായി സ്മരിക്കുകയും അക്രമത്തിനിരയായതിനെ തുടർന്ന് ആത്മരക്ഷയ്ക്ക് നടപടിയെടുക്കുകയും ചെയ്തവർ ഇതിൽ നിന്നൊഴിവാകുന്നു. അക്രമകാരികൾ അറിഞ്ഞുകൊള്ളും തങ്ങൾ തിരിഞ്ഞു മറിഞ്ഞെങ്ങനെയുള്ള പര്യവസാനത്തിലാണ് എത്തുക എന്നത്. ഇപ്പോൾ കവിതയെ സംബന്ധിച്ചിവിടെ പറയപ്പെട്ടിട്ടുള്ള കാര്യം, കവിത സത്യത്തിൽ ഒരു മീഡിയയാണ്, മാധ്യമമാണ്. നന്മയെ പോഷിപ്പിക്കുവാനും തിന്മ വളർത്തുവാനും അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിന് തകരാറില്ല. സമൂഹത്തോട് തങ്ങൾക്കൊരു കടപ്പാടുമില്ലെന്നും തങ്ങൾക്ക് സുന്ദരമായി തോന്നുന്നതെന്തും ആവിഷ്കരിക്കാനുള്ളതാണ് സാഹിത്യമെന്നുമുള്ള കാഴ്ചപ്പാട് ഇന്നത്തെ പോലെ അന്നും കവികളേറെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അഴിഞ്ഞാടുന്ന ലൈംഗികതയും അപവാദവും സ്വഭാവഹത്യയുമൊക്കെയായിരുന്നു അന്ന് പല കവികളുടെയും പ്രമേയം. സത്യനിഷേധികൾ കൂലിക്കെടുത്ത കവികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപഹസിച്ചുകൊണ്ട് കവിതകൾ രചിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതാണ് 224 മുതൽ 227 കൂടിയുള്ള വചനങ്ങളുടെ അവതരണ പശ്ചാത്തലം. എന്നാൽ നന്മയ്ക്കു വേണ്ടി നന്മയുടെ മാർഗത്തിൽ കവിത രചിക്കുന്നതും അത് ആലപിക്കുന്നതും ഒന്നും തെറ്റല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകനെ പുകഴ്ത്തിക്കൊണ്ടും ഇസ്ലാമിനെ പ്രകീർത്തിച്ചുകൊണ്ടും കവിതകൾ ചൊല്ലിയിരുന്ന സ്വഹാബികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അധ്യായം കൂടിയാണ് സൂറത്തുൽ ശുഅറ. ഇതിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ ജനങ്ങൾ വിശ്വസിക്കാത്തതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു ഉത്കണ്ഠ, അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമയുടെ കഥാവിവരണം, ഫിർഔനിൻ്റെ ധാർഷ്ട്യവും അവൻ്റെ പതനവും,
മൂസാ നബി അലൈഹിസ്സലാമിനെയും അനുയായികളെയും ചെങ്കടൽ കടത്തി അള്ളാഹു രക്ഷപ്പെടുത്തുന്നതും ഫിറഔനെ നശിപ്പിക്കുന്നതും, ഇബ്രാഹിം നബിയും ജനങ്ങളും തമ്മിലുള്ള വാദപ്രതിവാദം, അതുപോലെ വിജ്ഞാന വർധനവിനു വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തുന്ന പ്രാർത്ഥന, ഇബ്ലീസിൻ്റെ ആളുകൾ നരകത്തിൽ വെച്ച് നടത്തുന്ന വിലാപങ്ങൾ, നോഹ്, ഹൂദ്, സ്വാലിഹ്, ലൂത്ത്, ഷുഐബ് എന്നീ നബിമാരും അവരുടെ ജനതയും അവരുടെ ചരിത്രങ്ങളും, ഖുർആൻ സത്യമാണെന്ന അല്ലെങ്കിൽ സത്യഗ്രന്ഥമാണെന്ന ജൂതന്മാരുടെ അറിവും അസൂയ മൂലമുള്ള അവരുടെ നിഷേധവും, ശിക്ഷ മുന്നിൽ കാണുമ്പോൾ മാത്രം വിശ്വസിക്കാൻ തയ്യാറാകുന്ന നിഷേധികൾ, പെരുമാറ്റത്തിലുണ്ടാവേണ്ട സൗമ്യത, കവികളുടെ പിന്നാലെ കൂടുന്നവരും കവികളുടെ പൊതു സ്വഭാവവും, നല്ല കവികളുടെ ലക്ഷണങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ ഇതുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന പരിശുദ്ധ ഖുർആനിലെ ഏറെ പ്രസക്തമായ ഒരു അധ്യായം കൂടിയാണ് സൂറത്ത് ശുഅറ എന്ന ഈ അധ്യായം. കൂടുതൽ അറിയാനും പഠിക്കാനും ഉൾക്കൊള്ളാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.